മലയാള മനോരമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പൊങ്കാലയാണ്. പൊങ്കാല അർപ്പിക്കുന്നത് CPIM സൈബർ ഇടങ്ങളിൽ നിന്നാണ്. സാധാരണ പ്രവർത്തകർ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി വരെ പൊങ്കാല അർപ്പിക്കുന്നവരിൽ പെടും. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് വായിക്കാം. അതിങ്ങനെയാണ്: മനോരമ ഒരു സുപ്രഭാതത്തിൽ നന്നായി പോകും എന്ന അമിത പ്രതീക്ഷയൊന്നും ഇല്ല. അതുകൊണ്ട് നന്നായി കൂടെടോ എന്ന് ആ പത്ര ആഭാസത്തോട് ചോദിക്കേണ്ട കാര്യവുമില്ല. ഇവിടെ പക്ഷേ മനോരമ ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഇലക്ട്രൽ ബോണ്ട് ആയി ഒരു നയാ പൈസ വാങ്ങിയിട്ടുണ്ടോ? അത് ഈ കമ്പനി എന്നല്ല, മറ്റേതെങ്കിലും കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര, എവിടെ നിന്നെല്ലാം? മനോരമ മറുപടി പറഞ്ഞേ തീരൂ. ഇലക്ട്രൽ ബോണ്ട് CPIM വാങ്ങിയിട്ടുണ്ടെങ്കിൽ പണ്ട് മനോരമയുടെ തലതൊട്ടപ്പൻ പറഞ്ഞ മറ്റേ ആത്മഹത്യാ പ്രഖ്യാപനം ഇങ്ങോട്ട് എടുക്കാം. ചുണയുണ്ടെങ്കിൽ തെളിയിക്കടോ എന്ന്, ചുണയുണ്ടെങ്കിൽ തെളിയിക്കടോ എന്ന് വെല്ലുവിളിക്കുന്നു മലയാള മനോരമയെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ PM മനോജ്. എന്തുകൊണ്ടായിരിക്കും ഇത്തരമൊരു വെല്ലുവിളി? എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വാർത്ത മലയാള മനോരമ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ വാർത്ത വന്നു, ഇന്നിതാ പത്രത്തിലും വാർത്ത വന്നു. ഓൺലൈനിൽ വന്നത് തെറ്റ്, പത്രത്തിൽ തിരുത്തും എന്നൊക്കെ കരുതിയവർക്ക് തെറ്റി. പത്രവും ആ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട് ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രം എന്ന് വെച്ചാൽ 2025 മെയ് 25 മലയാള മനോരമ ദിനപത്രം 7-ാം പേജിലാണ് വാർത്ത വന്നിരിക്കുന്നത്. വാർത്ത ഇങ്ങനെയാണ്: മേഘ കമ്പനി CPM-നും നൽകി ഇലക്ട്രൽ ബോണ്ട്. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. മേഘ കമ്പനി CPM-നും നൽകി ഇലക്ട്രൽ ബോണ്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഉപകരാർ ലഭിച്ച മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി CPM-ന് ഇലക്ട്രൽ ബോണ്ടായി നൽകിയത് 25 ലക്ഷം രൂപ. ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനി 2021-22 തുക കൈമാറിയത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുതൽ കണ്ണൂരിലെ തളിപ്പറമ്പ് വരെയുള്ള 40.11 കിലോമീറ്റർ പാതയുടെ കരാറാണ് കമ്പനിക്കുള്ളത്. BJPക്കും കോൺഗ്രസിനും ഇലക്ട്രൽ ബോണ്ട് ആയി കമ്പനി കോടികൾ നൽകിയ വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതാണ് ആ വാർത്തയുടെ മറ്റൊരു ഹൈലൈറ്റ്. BJPക്കും കോൺഗ്രസിനും ഇലക്ട്രൽ ബോണ്ടായി കമ്പനി കോടികൾ നൽകിയ വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ കോൺഗ്രസ് ഉണ്ട്, അതിൽ BJP ഉണ്ട്, അതിൽ CPM ഇല്ല. അതോടുകൂടി മലയാള മനോരമക്കും UDF-നും BJP നേതാക്കൾക്കും ആകെ സങ്കടമായി. എന്താ കഥ? CPIM പണം വാങ്ങിയിട്ടില്ലേ? ഇതാണ് ചോദിക്കുന്നത്. പണം വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് CPIM ആണ്. CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയാണ് കേസ് നൽകിയത്, ഹർജി നൽകിയത് സുപ്രീം കോടതിയിൽ. അതിനാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്നത്. ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇലക്ഷൻ കമ്മീഷനോട് സുപ്രീം കോടതി പറഞ്ഞത് എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടി, ഏത് കമ്പനി, ആർക്ക് എത്ര കൊടുത്തു എന്ന പൂർണ്ണ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരുമുണ്ട്, അവർ കൊടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പേരുമുണ്ട്. അത് നേരത്തെ തന്നെ പുറത്തു വന്നതുമാണ്. അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയാൽ ആർക്കും അത് കാണാൻ കഴിയും, വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. സാധാരണക്കാരന് പോലും കണ്ടെത്താൻ കഴിയുന്ന ഈ വിവരം മാധ്യമപ്രവർത്തകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാൻ കഴിയുമോ? അങ്ങനെ ആകാൻ സാധ്യതയില്ല. ബോധപൂർവം തന്നെ വ്യാജ വാർത്ത കൊടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. മേഘയുടെ വിവരമനുസരിച്ച്, മേഘ കൺസ്ട്രക്ഷൻ്റെ വിവരമനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ആ കണക്കുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പണം വാങ്ങിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. തുക 584 കോടി. തൊട്ട് താഴെ ഭാരത രാഷ്ട്ര സമിതിയുണ്ട്, BRS 195 കോടി. ദ്രാവിഡ മുന്നേറ്റ കഴകം DMK 85 കോടി. ഭാരതീയ രാഷ്ട്ര സമിതി BRS 195 കോടി. ദ്രാവിഡ മുന്നേറ്റ കഴകം DMK 85 കോടി. YSR കോൺഗ്രസ് 37 കോടി. തെലുങ്കുദേശം പാർട്ടി 28 കോടി. അതിനുശേഷം ഒരു പേരുണ്ട് 6-ാം സ്ഥാനത്ത്. ആരുടേതാണ് എന്നല്ലേ? നമ്മുടെ സാക്ഷാൽ കോൺഗ്രസ്. പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. വാങ്ങിയിരിക്കുന്ന പണം 18 കോടി. അതിനുശേഷം ജനതാദൾ 10 കോടി, ജനതാദൾ സെക്യുലർ 5 കോടി, ജനസഭാ പാർട്ടി 4 കോടി. അങ്ങനെ 966 കോടി രൂപയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത്. അത് CPM-ന്റെ പേരില്ല.
എന്ന് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടിനെതിരെ രാഷ്ട്രീയ നിലപാടെടുത്ത് അതിനെതിരെ പോരാടിയ പാർട്ടിയാണ് CPIM. അതേ പാർട്ടി തന്നെ ഇതാ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന വാർത്ത കൊടുക്കാനുള്ള ചങ്കൂറ്റമുണ്ടല്ലോ. എന്തിനാണത്? ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ ഇവിടെ ചില പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട് കാലവർഷത്തോടനുബന്ധിച്ച്. അതിൻ്റെ ഉത്തരവാദിത്വം CPIMലേക്ക് എത്തിക്കണം, LDF സർക്കാരിലേക്ക് എത്തിക്കണം, അതായിരുന്നു ഉദ്ദേശം. പക്ഷേ പൊളിഞ്ഞു പോയാലും ഈ വാർത്തയുടെ ചിത്രമെടുത്ത് റീലുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടാകും, ഇതൊക്കെ ശരിയാണ് എന്ന്. സത്യം അവരറിയുന്നില്ലല്ലോ. വ്യാജ വാർത്ത, കള്ളവാർത്ത, അസത്യം നേരത്തെ സഞ്ചരിക്കും, അത് കൂടുതൽ ആളുകളെത്തും, സത്യം പിറകെ വരികയുള്ളൂ. അതിനുമുമ്പ് അറിയുന്നവരറിയട്ടെ, ആശയക്കുഴപ്പമുണ്ടാകട്ടെ. ഇതായിരുന്നു ഈ വാർത്തയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം പൊങ്കാല നേരിടേണ്ടി വരുന്നതും മലയാള മനോരമ.